ഇറാനിൽ ജനകീയ പ്രക്ഷോഭം ആളിക്കത്തുന്നതിനിടെ മധ്യപൂർവേഷ്യയിൽ യുദ്ധസന്നാഹങ്ങൾ ശക്തമാക്കി അമേരിക്ക. ഇറാന്റെ അയൽരാജ്യമായ ഖത്തറിലെ അൽ ഉബൈദ് വ്യോമതാവളത്തിലേക്ക് അമേരിക്ക തങ്ങളുടെ കൂറ്റൻ ബോയിംഗ് ടാങ്കർ വിമാനങ്ങൾ എത്തിച്ചുവെന്നാണ് റിപ്പോർട്ട്. കഴിഞ്ഞ 11 ദിവസമായി ഇറാനിൽ തുടരുന്ന പ്രക്ഷോഭം അക്രമാസക്തമായതോടെയാണ് ഭരണകൂടം കടുത്ത നടപടികളിലേക്ക് കടന്നത്. സാമ്പത്തിക മാന്ദ്യത്തിനും വിലക്കയറ്റത്തിനുമെതിരെ തെരുവിലിറങ്ങിയ ജനങ്ങളെ അടിച്ചമർത്തുന്നതിന്റെ ഭാഗമായി രാജ്യത്തിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും വാർത്താവിനിമയ ബന്ധങ്ങൾ പൂർണ്ണമായും തടസ്സപ്പെടുത്തി. ഇന്റർനെറ്റ് സേവനങ്ങളും ലാൻഡ് ലൈൻ കണക്ഷനുകളും വിച്ഛേദിച്ചതിനു പുറമെ സാറ്റലൈറ്റ് സിഗ്നലുകൾ ജാം ചെയ്യുവാനും അധികൃതർ ശ്രമിക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട്. പ്രക്ഷോഭത്തിന്റെ ദൃശ്യങ്ങൾ പുറംലോകത്തേക്ക് എത്തുന്നത് തടയാനാണ് ഈ നീക്കം. ഭരണകൂടത്തിന്റെ നീക്കത്തിൽ നാടുകടത്തപ്പെട്ട ഇറാൻ കിരീടാവകാശി റസ പഹല്ലവി ഇറാൻ ഭരണകൂടത്തിന്റെ നടപടിയെ അതിരൂക്ഷമായി വിമർശിച്ചു. ദശലക്ഷക്കണക്കിന് ഇറാനികൾ സ്വാതന്ത്ര്യത്തിനായി തെരുവിലിറങ്ങിയിരിക്കുകയാണ്. ജനങ്ങളെ നിശബ്ദരാക്കാനാണ് ഭരണകൂടം ശ്രമിക്കുന്നതെന്നും പഹല്ലവി എക്സിൽ കുറിച്ചു. ഇറാനിലെ ഈ അസ്ഥിരതയ്ക്കിടയിലാണ് ഖത്തറിലെ അൽ ഉദൈദ് എയർബേസിലേക്കുള്ള അമേരിക്കൻ നീക്കം ശ്രദ്ധേയമാകുന്നത്. ഇറാനിൽ ആഭ്യന്തര കലാപം രൂക്ഷമാകുന്ന സാഹചര്യം മുതലെടുത്ത് മേഖലയിൽ ഉണ്ടാകാനുള്ള ഏത് അപ്രതീക്ഷിത നീക്കത്തെയും നേരിടാൻ അമേരിക്ക തയ്യാറെടുക്കുകയാണെന്നാണ് സൂചന. യുദ്ധവിമാനങ്ങൾക്ക് ആകാശത്ത് വെച്ച് ഇന്ധനം നിറയ്ക്കാൻ സഹായിക്കുന്ന KC-135R സ്ട്രാറ്റോ ടാങ്കറുകളുടെ സാന്നിധ്യം ദീർഘദൂര ആക്രമണങ്ങൾക്കുള്ള അമേരിക്കയുടെ ശേഷി വർദ്ധിപ്പിക്കുന്നു. ആക്രമണങ്ങൾക്കായി പോകുന്ന വിമാനങ്ങൾക്ക് കൂടുതൽ ദൂരം സഞ്ചരിക്കുവാൻ ഇവയുടെ സാന്നിധ്യം അത്യാവശ്യമാണ്. ഇസ്രായേലിനു നേരെയുള്ള ഭീഷണികളെ ചെറുക്കുവാനും നിരീക്ഷണം ശക്തമാക്കുവാനും ഈ വിന്യാസം സഹായിക്കും. ഒരു വശത്ത് ജനതയുടെ പ്രതിഷേധത്താൽ ഇറാൻ ഭരണകൂടം വിയർക്കുമ്പോൾ മറുവശത്ത് അത് മുതലെടുക്കാനെന്നവണ്ണം അമേരിക്കൻ പടക്കപ്പലുകളും വിമാനങ്ങളും ഗൾഫ് മേഖലയിൽ നിലയുറപ്പിക്കുകയാണ്. മധ്യപൂർവേഷ്യയിലെ അമേരിക്കൻ സൈനിക നീക്കങ്ങളുടെ പ്രധാന കേന്ദ്രമാണ് ഖത്തർ. മധ്യപൂർവേഷ്യയിൽ എവിടെയും അതിവേഗം സൈനിക ശക്തി പ്രകടിപ്പിക്കുവാനുള്ള യുദ്ധവിമാനങ്ങൾക്ക് തടസ്സമില്ലാതെ ദീർഘനേരം പറക്കുവാനുള്ള സൗകര്യം ഒരുക്കുവാനുമുള്ള സർവ്വസന്നാഹവുമായാണ് അമേരിക്ക എത്തിയിരിക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.